ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. യോഗ ടിപ്സ് ബൈ സൗമിനി. നമ്മൾ ചെറിയ ചെറിയ കുഞ്ഞ് എക്സസൈസുകൾ ചെയ്ത് നമ്മുടെ ശരീരത്തിലെ ഭാരം കുറയ്ക്കുന്നതിനുള്ള എക്സസൈസുകളാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ചെറിയ ചെറിയ അതായത് ജോഗിങ് പോലുള്ള എക്സസൈസുകൾ ചെയ്താൽ നമ്മുടെ ശരീരഭാരം കുറയും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ഒരു 21 ദിവസം നന്നായിട്ട് ഒരു 3/4 മണിക്കൂർ ഇതുപോലുള്ള ജോഗിങ് പോലുള്ള എക്സസൈസുകൾ ചെയ്താൽ ശരിക്കും നന്നായിട്ട് വെയിറ്റ് കുറയും. അത് തുടർച്ചയായിട്ട് ചെയ്യണം. അത് ഇന്ന് ചെയ്ത് നാളെ ചെയ്തില്ല അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. എപ്പോഴാണ് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എപ്പോഴായാലും ശരി, അത് ചെയ്യുന്നത് കൃത്യമായിട്ട് ദിവസവും ചെയ്യുക. അപ്പൊ എന്തായാലും ശരീരഭാരം കുറയുന്നുള്ളത് ഒരു സംശയമില്ല, ചെയ്യുക. അപ്പൊ നമ്മൾ അത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറ് നന്നായിട്ട് ഒട്ടിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. അതായത് നമ്മൾ ഇവിടെ ഈ അബ്നോർമൽ ഇങ്ങനെ നന്ദി ഒട്ടി ചെയ്യുമ്പോൾ അവിടെ ടൈറ്റായി നിൽക്കണം വയറ്. നമ്മളൊന്ന് കുറച്ച് ചെയ്ത് നമ്മൾ പിന്നെ ശ്രദ്ധിക്കാതെ വയറിങ്ങനെ വീർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് ശരിയാവില്ല. എപ്പോഴും നമ്മൾ ചെയ്യുന്ന സമയത്ത് വയറിങ്ങനെ ഒട്ടിയിരിക്കുന്നു എന്നുള്ളത്, അതായത് ഉള്ളോട്ട് സ്ക്വീസ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് വേണം നമ്മൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ. ജോഗിങ് അല്ലേ, അത്ര വലിയ വലിയ അഭ്യാസങ്ങളൊന്നും അല്ലല്ലോ. ഒന്ന് നടക്കുന്ന ഒരു എക്സസൈസ് മാത്രമല്ലേ ഉള്ളൂ. അല്ല പ്രത്യേകിച്ച് പിന്നെ ഒന്ന് കൈയൊന്ന് ഇങ്ങനെയാക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് തിരിയും മറിയും അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ആ ഒരു സിമ്പിളായ എക്സസൈസുകൾ മാത്രം ചെയ്താൽ തന്നെ നല്ലൊരു ശരീരം, ഒത്തൊരു ശരീരം നമുക്കായി കിട്ടാൻ വേണ്ടി ആയി കിട്ടും. കാരണം വെച്ചാൽ നല്ലൊരു പിന്നെ വലിയൊരു എക്സസൈസുകളൊന്നും അല്ലല്ലോ, ചെറിയ കുഞ്ഞു കുഞ്ഞു എക്സസൈസുകളല്ലേ. ശരിക്കും ചെയ്താൽ ആ ഒരു നമ്മളൊരു മാനസിക പ്രയാസമല്ലേ ഇത്, പിന്നെ വയറ് വീർത്തുകൊണ്ടിരിക്കുന്ന ആ എക്സസൈസ് ഒക്കെ മനസ്സിനൊരു പ്രയാസമല്ലേ. അപ്പൊ അതൊക്കെ കുറഞ്ഞു കിട്ടും നന്നായിട്ട് എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് എക്സസൈസുകൾ ചെയ്യും. നമ്മൾ സിമ്പിൾ എക്സസൈസുകൾ ചെയ്ത് ശരീരഭാരം കുറയ്ക്കാം. നമുക്ക് തുടങ്ങാല്ലേ. ചെറുതായിട്ട് ജോഗിങ് ആണ് ചെയ്യുന്നത്, ചെറിയ ചെറിയ ജോഗിങ് എക്സസൈസുകൾ. ഫസ്റ്റ് നമ്മൾ വയറിലെ ഗ്യാസിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ വയറൊക്കെ ചില ആളുകൾക്ക് ഇങ്ങനെ ബൾക്കായിട്ട് ഇങ്ങനെ കിടക്കും. അപ്പൊ അതൊക്കെ ഒന്ന് കുറയാൻ ഫസ്റ്റിൽ തന്നെ ഒരു ജോഗിങ് നല്ലതാണ്. ഈ എക്സസൈസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് ചെയ്യല്ലേ. ഇങ്ങനെ കൈ ഇവിടെ ഇങ്ങനെ ഈ പെരുവിരൽ ബാക്കിലിട്ടിട്ട് ഈ വിരലുകൾ പുറത്തോട്ടിട്ടിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. 1 2 ഒരു 20 തവണ ഓരോന്നും. 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഇത് എപ്പോഴും നല്ലൊരു എക്സസൈസ് ആണ്. പിന്നെ നമ്മൾ ശരിക്കും ഒന്ന് ചെയ്യാം. 1 2 സിമ്പിളായിട്ട് 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ആദ്യം വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഒക്കെ സിമ്പിളായിട്ട് തന്നെയാണ്. 1 കയ്യിലേക്ക് കാല് ചെറുതായിട്ടൊന്ന് വെച്ചിട്ട് 1 2 3 4 5 6 7 8 9 10. അടുത്ത നമ്മൾ ചെയ്യുന്നത് ഈ കൈകള് ഇങ്ങനെ വെച്ചിട്ട് ഒരു വാതിൽ തുറക്കുന്നത് പോലെ ഇങ്ങനെ ചെസ്റ്റ് ഇങ്ങനെ വിരിഞ്ഞു വരണം. എന്നിട്ട് കൈ ഇങ്ങനെ മുട്ടുകൾ അടുപ്പിക്കണം. 1 2 3 4 5 6 7 8 9 10 10 9 8
7 6 5 4 3 2 1. നമ്മുടെ ഹാർട്ടിന്റെ പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ നല്ലൊരു എക്സസൈസ് ആണ്. അടുത്തത് നമ്മൾ ഇങ്ങനെ കൈവച്ചിട്ട് ഇങ്ങനെ പിരിയുക. 1 2 ജസ്റ്റ് പിരിയണം. 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. അപ്പൊ ഇവിടെ അങ്ങനെ ചെസ്റ്റ് ഒക്കെ അങ്ങനെ നല്ല പിരിഞ്ഞ് വരണം. അങ്ങനെ പിരിച്ച് വെച്ചിട്ട് വേണം ചെയ്യണമെങ്കിൽ. നമ്മളെ മുഖം തിരിക്കാണ്ട് ഇങ്ങനെ 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 അങ്ങനെ വരണം. ഒന്ന് ടോമിൽ നിൽക്കുക. 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. കൈ താത്ത. 20 തവണ ചെയ്യാം. 1 2 ഒന്ന് ഇവിടെ അങ്ങനെ പിരിഞ്ഞ് നിൽക്കട്ടെ. ഇങ്ങനെ വയറിനൊക്കെ നന്നായിട്ട് പിരിഞ്ഞ് നമ്മളെ ഫാറ്റൊക്കെ വയറിലൊക്കെ ഫാറ്റൊക്കെ കുറയണമെങ്കിൽ നന്നായിട്ട് ഒരു പിരിച്ചില്. അത് ഷുഗറിനും നല്ലതാണ്. നമ്മളെ ഈ ഷോൾഡർ ലെവലിൽ പിടിക്കുക. എന്നിട്ട് 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. ഇനി വെറുതെ ഇങ്ങനെ 1 2 3 4 5 6 7 8 9 10 10 9 8 7 6 5 4 3 2 1. നമ്മള് കുറച്ച് കാലിങ്ങനെ അകത്തി വെച്ചിട്ട് ചെയ്തതുപോലെ തന്നെ 1 2 3 4 5 6 7 8 9
10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നമ്മൾ കൈ ഇങ്ങനെ പിടിച്ചിട്ട് 1, 2 ചെയ്തുകൂടെ. മുട്ടങ്ങനെ പൊക്കി പിടിക്കുക. കൈ ഇങ്ങനെ കൈയിന്റെ മുട്ടിനോട് കാലിന്റെ മുട്ടിനോട് തൊടുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. സാവധാനം ചെയ്താൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കൈ ഇങ്ങനെ വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയൊരു ജോഗിങ് ഇതുപോലെ. ഉണ്ടല്ലേ കുറച്ചൊരു ജോഗിങ് ചെയ്യാം. പിന്നെ നടക്കുക. 1, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇനി അടുത്തത് 1, 2 അങ്ങനെ ചെയ്യാം. കാല് ഇങ്ങോട്ട് എടുക്കുക, അങ്ങോട്ട് എടുക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇനി അടുത്തത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. നമ്മൾ ഈ കൈ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ മുട്ടിന് വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ തൊടുക. അങ്ങനെ. ഇനി അടുത്തത് സിമ്പിളായിട്ട് 1, 2
3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇനി അടുത്തത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. അടുത്തത് വയറിനെ ഞൊട്ടിച്ച് പിടിക്കണേ. 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇനി അടുത്ത ചെറുതായിട്ട് നടക്കുന്നു. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. കാലൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ മടക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇങ്ങനെ വെറുതെ നിൽക്കാണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ജോഗിങ് ചെയ്യാം അതിൻ്റെ ഇടയ്ക്ക്. അത് എണ്ണൊന്നും വേണ്ട, കുറച്ച് ജോഗിങ് ചെയ്താൽ മതി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇനി അടുത്തത് നമ്മളൊന്ന് 1, 2, 3 ഈ 2 എണ്ണം വെച്ചിട്ട് അങ്ങനെ 1, 2, 3, 4, 5, 6,
7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. 1, 2, 3, 4, 5. കാല് പൊക്കുക. 6, 7, 8, 9, 10. അടുത്തത് കാല് പൊക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എന്തെങ്കിലുമൊക്കെ ചെറുത് കാലുകൊണ്ട് കൈകൊണ്ടെന്ന് വെച്ചാൽ ഇത് ഓരോരോ സൈഡിലേക്ക് പിരിഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതാണ് ചെയ്യുന്നത്. അപ്പൊ വേണം നമുക്ക് നല്ല വയറ് നല്ല ഫാറ്റ് കുറയാനും ഈ വയറിന്റെ ഈ ഭാഗം നല്ലൊരു കട്ടിയായിട്ട് മറ്റു ഒരു എന്താ തുറന്ന് കിടക്കുന്ന നല്ല ടൈറ്റ് ആയിട്ട് നല്ല സ്ക്യൂസ് ആയിട്ടുള്ള ഒരു വയറ് കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള എക്സസൈസുകൾ ചെയ്ത് എപ്പോഴും നല്ല ഈ ഒരു എക്സസൈസുകൾ സൈഡിലേക്ക് ഈ സൈഡിലേക്ക് നല്ലൊരു മൂവ്മെന്റ് ആയിട്ട് കിട്ടുന്ന എക്സസൈസുകൾ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ വയറിന്റെ ആ എന്താ പറയാ ഒരു ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന വയറില്ലേ ആ ഒരു വയറിന്റെ ഒക്കെ ഒരു വയറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഒട്ടിയൊരു വയറായിട്ട് കിട്ടും. നല്ലൊരു എന്താ നല്ലൊരു കട്ടിയുള്ള ഒരു വയറായിട്ട് മറ്റൊരു നമ്മളിങ്ങനെ തൊടുന്ന സമയത്തൊക്കെ ഒരു എന്താ പറയാ ഒരു പൊള്ള പോലെ എങ്ങനെ നിൽക്കൂലേ ആ ഇതൊക്കെ അങ്ങ് പോവും നമ്മളിങ്ങനെ നന്നായിട്ട് ചെയ്താൽ. ഒരു എന്താ പറയാ ഒന്ന് ചുരുങ്ങി കിട്ടും വയറിന്റെ ഉള്ളൊക്കെ ഒന്ന് ചുരുങ്ങി കിട്ടും. ഇത് നന്നായിട്ട് ബ്രീത്ത് എക്സസൈസ് ചെയ്യാതാണ്. പിന്നെ ഒരു യോഗ നിദ്ര മെഡിറ്റേഷൻ എല്ലാം ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂർ നേരം ഈ എക്സസൈസുകൾ തന്നെ ചെയ്താൽ നല്ല വയറ് നല്ല ഫിറ്റ് ആയിരിക്കും. നന്നായിട്ട് ചെയ്യാത്. വളരെ ചെറുതായിട്ടൊരു എക്സസൈസ് ചെയ്യാം അല്ലേ. 1 ഇതൊക്കെ അവസാനം ആകുമ്പോഴത്തേക്ക് ഒരു സ്പീഡൊക്കെ കുറച്ച് സാവധാനം ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇനി കൈ കാലകർത്തി വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നമ്മൾ കൈ ഇങ്ങനെ ബേക്കിൽ ഇങ്ങനെ കെട്ടി വെച്ചിട്ട് ഇങ്ങനെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7,
6, 5, 4, 3, 2, 1. ഇത് നല്ലൊരു ഇതില്ല. ഇതിലാക്കിയിട്ട് കൈ ഇങ്ങനെ വെക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇനി കൈ ഇങ്ങനെ ഇങ്ങോട്ട് നീട്ടിയിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇനി കൈ രണ്ടും ഈ മടമ്പിൽ പിടിച്ച് ഈ മുട്ടിൽ പിടിച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇന്നത്തെ യോഗ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മുടെ ഒരു കൃത്രിമ കോട്ടുവായ ഒരു പ്രാണായാമത്തിൽ പെട്ടതാണ്. അതൊന്ന് ചെയ്യുക. എങ്ങനെ വെച്ചാൽ ശ്വാസം എടുക്കുക, വിടുക. നമ്മൾ കോട്ടുവായ ഇടുന്നത് പോലെ ഫുള്ളായിട്ട് കോട്ടുവായിട്ട് ഇങ്ങനെ വായ വികസിപ്പിച്ചെടുക്കുക. അതായത് അതും കൂടെ ഒന്നും കൂടെ ശ്വാസം എടുക്കുക, വിടുക. എന്നിട്ട് കോട്ടുവായ ഇടുക. അങ്ങനെ ചെയ്യാം. ഇപ്പൊ നല്ലൊരു എക്സസൈസ് ഇന്നത്തെ നല്ലൊരു എക്സസൈസ് ആണ്. ഈ എക്സസൈസ് നന്നായിട്ട് ചെയ്യുക. എല്ലാവരും ആരോഗ്യം നിലനിർത്താൻ നോക്കുക. ഇനി പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക, യോഗ നിദ്ര ചെയ്യുക. ഇതും കൂടെ വരുമ്പോഴത്തേക്ക് ഒരു 3/4 മണിക്കൂർ എക്സസൈസ് ആവും. ഓക്കെ, എല്ലാവരും ചെയ്യുക.